കിഴക്കേ മാനത്ത് വെള്ളപ്പൂശി വെളുക്കുമ്പം അടിയങ്ങൾ തമ്പ്രാന്റെ പാടത്തിറങ്ങും. എന്തുണ്ട് വിശേഷങ്ങള്? മൊത്തം ഓ ഇപ്പൊ ഓക്കെ ആയല്ലോ. ഇത്രേ ഉള്ളു. അല്ല ഇത് ആരാ? ദിനേശൻ സാറോ? മതി മതി മതി. സാറിന് ഇവിടെ ഇരുത്താന് പെണ്ണെ കൺമഷി വേണ്ടെന്നേ, ഞാൻ ഇവിടെ ഇരുന്നോളാന്ന്. അത് തന്നെ വരാന്തല്ലോ കിടക്കുന്നത്. മണിയണ്ണ ഇങ്ങോട്ടിരുന്ന. ഇവിടെ ആകെ അഴുക്കും പുഴുക്കോട്ട് കിടക്കിയില്ല. ഞങ്ങള് പഴയ വീട്ടിൽ പോയായിരുന്നു. അവിടെ ചെന്നപ്പോ ആട് കിടന്നിടത്ത് ഒരു കൂട പോലും ഇല്ല. ഇപ്പോഴത്തെ ആടിന് എന്താ കൂടെ ഇരിക്കുന്നത്? ഞങ്ങൾ ഇന്ന് ഇങ്ങോട്ട് പോരുന്നില്ലയോ? പണി നടക്കുമല്ലയോ വീടിന്റെ? സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതി. ഓ അത് തന്നെ. വീട് മാത്രമല്ല, ഒരു പിടി മണ്ണും കിട്ടി. ഈ വസ്തു ആകെപ്പാട് 4,60,000 വീടല്ല കൊടുത്തോളൂ ഈ 9 വർഷക്കാലമായിട്ട്. എനിക്ക് കണക്കും കണ്ടിയൊന്നും അറിയത്തില്ലല്ലോ. കൺമഷി കണക്കൊന്ന് പറഞ്ഞു മോളെ. ഒരു വർഷം 50,000 വീടുകളുടെ പണിയാ തീരുന്നത്. ഒരു മാസം 4,050 വീടുകൾ, ഒരു ദിവസം 135 വീടുകൾ, ഒരു മണിക്കൂറിൽ 6 വീടുകൾ, അങ്ങനെ 10 മിനിറ്റിൽ ഒരു വീടിന്റെ വീതം പണിയാ ലൈഫ് പദ്ധതിയിൽ തീരുന്നത്. അതത്ര മോശമായിട്ടുള്ള കാര്യമാ? അതെ, നമ്മളെ യുവജന നേതാക്കളെ വെച്ചു കൊടുക്കാന്ന് പറഞ്ഞ വീടിന്റെ കാര്യം എന്തായി? കൊടുക്കും കൊടുക്കും കൊടുക്കും. അമ്മേ മനോഹരൻ, മോളെ അമ്മയെ വിളിച്ചു. അമ്മേ നമസ്കാരം. ശാരദാമ്മേ, എന്തുവാ ഇത്? കൈക്കൂലിയെ പറ്റാന്നോ? കൈക്കൂലിയോ? ഇതവരുടെ പെൻഷനാ. അവർക്ക് അർഹതപ്പെട്ടത് കൊടുക്കുന്നത് കാണുമ്പോഴേ എന്തിനാ ഇത്ര അസഹിഷ്ണുത? അതെ, പ്രശംസിച്ചില്ലേലും പരിഹസിക്കരുത് കേട്ടോ.